ഹലോ, അങ്ങനെ പേപ്പർ ഡോൾ ഹൗസിന്റെ ട്യൂട്ടോറിയൽ ഫൈനലി ഞാൻ ചെയ്തു. ആദ്യത്തെ പേപ്പർ ഡോൾ ഹൗസിന്റെ വീഡിയോയിൽ ട്യൂട്ടോറിയൽ ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇട്ട വീഡിയോസിന്റെ താഴെയും പേപ്പർ ഡോൾ ഹൗസിന്റെ ട്യൂട്ടോറിയൽ എപ്പോഴാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ നമ്മളുടെ ഹൗസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ പിന്നെയാണ് ഞാൻ ഓർത്തത് കളർ പെൻസിൽസ് അല്ലെങ്കിൽ ആൽക്കഹോൾ സ്കെച്ച് പെൻ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തീരുമായിരുന്നു. പക്ഷെ പെയിൻറ് നല്ലപോലെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒത്തിരി സമയം പോവും. ഞാനിപ്പോൾ വരച്ച ഡോളിനെക്കാളും എനിക്ക് മുമ്പ് വരച്ച ഡോളായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ആ ഡോളിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് ഫ്രോക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റും റെഫർ ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഐഡിയാസ് കിട്ടും. ഞാൻ 3 ഫ്രോക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഫ്രോക്ക് വരയ്ക്കുമ്പോൾ മേലെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം, ഒരു 2 റെക്ടാങ്കിൾ പോലെ. അതെന്താണെന്ന് ലാസ്റ്റ് മനസ്സിലാവും. അത് കഴിഞ്ഞ് 3 ഹാങ്ങേഴ്സ് വരയ്ക്കുക. കുറച്ച് തിക്ക് പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വരച്ചു വെച്ച ഡോൾ ഹൗസ് ഇതുപോലെ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ഡോളിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുക. അതായത് പേര്, ഏജ്, പിന്നെ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫുഡ്, പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതുപോലൊരു പേപ്പറിൽ 3 സൈഡും മാത്രം ഫെവിക്കോൾ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾക്ക് കബോർഡ് വേണമല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട്. സോ അതിനായിട്ട് ഇതുപോലെ 2 പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഉണ്ടാക്കാൻ പോകുന്ന പേപ്പർ ഡോൾ ഹൗസിന്റെ വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും സബ്സ്ക്രൈബറിന്റെ പേര് എഴുതാം പ്രൊഫൈലിൽ. അപ്പം അത് എഴുതാനായിട്ട് നിങ്ങളുടെ പേര്, ഏജ്, പിന്നെ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫുഡ്, പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആരെങ്കിലും ചൂസ് ചെയ്തിട്ട് അവരുടെ പേര് ആഡ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ, ഫണ്ണി ആയിട്ടുള്ള ഒരാളാണോ, സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണോ, അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ പേപ്പർ ഡോൾ ഹൗസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒട്ടിച്ചെടുത്ത ആ ഒരു ചെറിയ ഷീറ്റിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ഡോളിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കബോർഡിൽ ഞാൻ ഹാങ്ങർ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിൽ നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ഹാങ്ങറിൽ ഈസി ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ പേപ്പർ ഡോൾ ഹൗസിൻ്റെ ഈ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിലും വലിയ ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.